Hello students, good morning. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിലെ പുതിയ ടോപ്പിക്, ദാറ്റ് ഈസ് റീവിസിറ്റിംഗ് റാഷണൽ നമ്പേഴ്സ്. വാട്ട് ഈസ് റാഷണൽ നമ്പർ? അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തറിയണം? റാഷണൽ നമ്പർ എന്താണെന്നറിയണം. റാഷണൽ നമ്പർ ഈസ് എ നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രെസ്ഡ് ഇൻ ദ ഫോം. റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്ത്? P by Q, which can be expressed in the form P by Q. Fraction ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആൻഡ് Q not equal to 0. Q എന്ന് പറയുന്നത് 0 അല്ലാണ്ട് ഫ്രാക്ഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെ നമ്മൾ എന്താ പറയുക? റാഷണൽ നമ്പേഴ്സ്. എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, എല്ലാ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ്, നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരുന്നതാണ് ഇൻറ്റിജേഴ്സ്. സോ എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പറാണ്. അപ്പോൾ എന്താണ് റാഷണൽ നമ്പർ? എ നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രെസ്ഡ് ഇൻ ദ ഫോം P by Q. ഫ്രാക്ഷൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. Q ഒരിക്കലും 0 വരരുത്. കാരണം എന്താണ്? നമ്മളിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഒരു ഉണ്ട പോലത്തെ ഒരു ബോൾ പോലത്തെ സാധനത്തിൻ്റെ മേളിൽ നമ്മളൊരു പലക വെച്ച് കഴിഞ്ഞാൽ അത് ബാലൻസ് ആയിരിക്കുമോ? ഇല്ല. അതായത് നമ്മളിപ്പോൾ 1/0, ഇതിപ്പോൾ ഒരു ബോളിൻ്റെ മേളിൽ പലക വെച്ച പോലെ ഇല്ല, അത് ബാലൻസ് ആയിരിക്കുമോ? ഇല്ല, അത് മറിഞ്ഞു വീഴും അല്ലേ? സോ 0 ഒരിക്കലും ഡിനോമിനേറ്ററിൽ വരില്ല ഈ റാഷണൽ നമ്പറിൻ്റെ കേസിൽ. സോ അതാണ് നമ്മൾ തിങ്ക് ചെയ്ത് വെക്കേണ്ടത്. P by Qയുടെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഫ്രാക്ഷൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, എന്നാലോ Q എന്ന് പറയുന്നത്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 0വും ആവരുത്. സോ അതാണൊരു റാഷണൽ നമ്പർ. ഇനി നമ്മൾ ഇപ്രാവശ്യം ഈ 10th നമ്മൾ പുതിയൊരു ഇത് പഠിക്കാൻ പോകുന്നതാണ് റാഷണൽ നമ്പറിനെ കുറിച്ചിട്ട്. അപ്പോൾ റാഷണൽ നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ ഒരു നമ്പർ എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് 0.2. ഇതൊരു ഡെസിമൽ നമ്പർ ആണല്ലോ. ഇതെനിക്ക് ഫ്രാക്ഷൻ്റെ ഫോമിലാക്കണം. ഞാൻ ഫ്രാക്ഷൻ്റെ ഫോമിലാക്കുമ്പോൾ എങ്ങനെയാക്കും? 2/10 എന്നാക്കുമല്ലോ അല്ലേ? 2/10. അതെങ്ങനെ 2/10 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഈ ഒരു ഭാഗത്തേക്കാണ് ഒരു ഇത് വച്ചിരിക്കുന്നത്, സ്റ്റെപ്പ് വച്ചിരിക്കുന്നത്. സോ എനിക്ക് ഡിവിഷനായിട്ട് വരും 2/10. ഇനിയിപ്പോൾ 0.375 ആണെങ്കിലോ എനിക്കെങ്ങനെ വരും? ഈസ് ഈക്വൽ ടു 375. പിന്നെ എത്ര ഡിജിറ്റ്സ് പോയിന്റ് വെച്ചിട്ടുണ്ടോ അത്രയും നമ്പർ ഓഫ് സീറോസ് ആണ് ഉള്ളത്. സോ 1 2 3 അത് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. സോ 3 zeros അടിയിലിടുക. ഈ 1000 എന്ന് പറയുന്നത് എന്തായിരിക്കും? 10⁻³ ആണല്ലോ. അതായത് 10⁻⁴ നമ്പർ ഓഫ് സീറോസ്. നമ്പർ ഓഫ് സീറോസ് എത്ര? 3. അങ്ങനെ എഴുതാമല്ലോ. ഇനി നമ്മൾ വേറൊരു നമ്പർ എടുക്കുകയാണ്, 0.104. അങ്ങനെ എടുക്കുകയാണെന്ന് വിചാരിച്ചോ. അത് നമ്മൾ എങ്ങനെ എഴുതും? 104/1000 അല്ലേ? അങ്ങനെ എഴുതാം. ഈസ് ഈക്വൽ ടു 1000 എന്ന് പറയുന്നത് 10⁻⁴ പവറിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 104/10⁻³ എന്ന് എഴുതും. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഇങ്ങനത്തെ പോയിൻ്റൊക്കെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം /10 ഇട്ട് കൊടുത്തിട്ടാണല്ലേ ചെയ്തത്. എന്നിട്ട് നോക്കിയേ, എല്ലാത്തിൻ്റെയും ലാസ്റ്റ്, ഇപ്പോൾ സിംപ്ലിഫൈഡ് ഫോം അല്ല എന്നാലും എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് കാണാം? 10 ഒരു പവറിലേക്ക് റേസ് ചെയ്തിരിക്കുന്നത് കാണാം. എല്ലാത്തിലും. ഇപ്പോൾ 3ലും നമ്മൾ നോക്കിയപ്പോഴേക്കും 10 വന്നിട്ടുണ്ടല്ലേ? ഇവിടെ 10⁻1, ഇവിടെ 10⁻3, ഇവിടെയും 10⁻3, അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് എന്താണ്? 10 ഈസ് ഈക്വൽ ടു എന്താണ്? 2 × 5 അല്ലേ? 2ൻ്റെയും 5ൻ്റെയും പ്രൊഡക്റ്റ് അല്ലേ 10? 2ഉം 5 എന്ന് പറയുന്നത് 2 പ്രൈം ഫാക്ടേഴ്സ് ആണ് അല്ലേ? സോ 2ൻ്റെയും 5ൻ്റെയും പ്രൊഡക്റ്റ് അല്ലേ 10? അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഈ 2/10നെ 2/2 × 5, ഇവിടെ 10⁻1 ആണ് കേട്ടോ. ദ ഹോൾ റേസ് ടു 1 എന്ന് എന്തുകൊണ്ട് എഴുതിക്കൂടാ? കറക്റ്റ് അല്ലേ? ഒരു വ്യത്യാസം വന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ 2/ ഇനി നമുക്ക് ഈ 1 ഓരോന്നിനും കൊടുക്കാം. 2⁻1 × 5⁻1 ഇങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു ജനറൽ ഫോമിലായിട്ട് എഴുതാം. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ 0.2യുടെ കേസിൽ കാണിച്ചു തന്നു. ഇനി 0.375ൻ്റെ കേസിലാകുമ്പോൾ ഞാനത് എങ്ങനെ എഴുതും? 0.375 അതെങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയത്? 375/10⁻³ എന്നല്ലേ? 10⁻³ അങ്ങനെയാണല്ലോ കിട്ടിയത്. ഇനി ഞാനിത് 2 × 5 ആ ഒരു ഫോമിൽ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? 375/2 × 5 ദ ഹോൾ റേസ് ടു 3 അങ്ങനെ വരില്ലേ? പിന്നെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 375/2⁻³ × 5³ അങ്ങനെ എഴുതാമല്ലോ നമുക്ക്. സോ എന്ത് വന്നു ഇവിടെ? നമുക്ക് ഈ ഇപ്പോൾ തന്നിരിക്കുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ എഴുതാമല്ലോ. ഏത് ഫോമിലാണ്? 2 × 5, 2⁻n
n. ഈ 3ൻ്റെ ഭാഗത്ത് നമുക്ക് n എന്നും കൊടുക്കാം, ഇവിടെയും നമുക്ക് m എന്ന് കൊടുക്കാം. 2n × 5m എന്ന ഫോമിൽ എഴുതാലോ ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ. ആ ഒരു ഫോമിലല്ലേ എഴുതിയേക്കണം. 2 ഒരു പവറിലേക്ക് റേസ് ചെയ്തിരിക്കുന്നു ഇൻറ്റു 5 ഒരു പവറിലേക്ക് റേസ് ചെയ്തിരിക്കുന്നു എന്ന ഫോമിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ എഴുതാലോ. അങ്ങനെ ഡിനോമിനേറ്റർ എഴുതാൻ പറ്റുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെയൊക്കെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനത്തെ ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു അല്ലേ? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു. അതായത് ഒരു ഇത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന, ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷൻ്റെ ഉള്ള റാഷണൽ നമ്പേഴ്സിനാണ് നമ്മൾക്ക് ഇങ്ങനെ ഡിനോമിനേറ്റർ എഴുതാൻ പറ്റിയത്. അതായത് 2n × 5m എന്ന ഫോമിൽ ഡിനോമിനേറ്റർ എഴുതാൻ പറ്റിയത് എങ്ങനത്തെ റാഷണൽ നമ്പേഴ്സിനാണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനുള്ള റാഷണൽ നമ്പേഴ്സിനാണ്. ഇനി മറിച്ച് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളതിനോ ഇങ്ങനെ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റില്ല. 2n × 5m എന്ന ഫോമിൽ എഴുതാൻ പറ്റില്ല. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്, റാഷണൽ നമ്പറിന് 2 തരത്തിലുള്ള ഡെസിമൽ എക്സ്പാൻഷൻ വരാം. എങ്ങനത്തെയൊക്കെയാണ്? ടെർമിനേറ്റിങ്ങും നോൺ ടെർമിനേറ്റിങ്ങും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഇങ്ങനത്തെയും ഡെസിമൽ എക്സ്പാൻഷൻ വരാം. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് 2 തരത്തിലുള്ളതാണ് കേട്ടോ. ഇത് രണ്ടും വേറെ വ്യത്യാസമുണ്ട്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എൻഡ് ആവുന്നത്, ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് എൻഡ് ആകും. അതായത് ഇപ്പോൾ 1.1 ടെർമിനേറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വരുന്നില്ലല്ലോ. പിന്നെ 2.3, 0.0005 പിന്നെ ഒന്നും വരുന്നില്ല. സോ ഇങ്ങനത്തെ പറയുന്നതാണ് ടെർമിനേറ്റിംഗ്. അപ്പോൾ ഇത് റാഷണൽ നമ്പറിന് വരാവുന്ന ഡെസിമൽ എക്സ്പാൻഷൻസ് ആണ് കേട്ടോ, റാഷണൽ നമ്പറിന്. ഇനി നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ അത് റിപ്പീറ്റ് ആയാണ് പോയിക്കൊണ്ടിരിക്കുക. അതായത് 1.23232323 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതിനെങ്ങനെ എഴുതും? 1.23 ബാർ. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എഴുതുന്നത് അല്ലേ. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പക്ഷെ ഒരു റിപ്പീറ്റിംഗ്, ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഈ 2 തരത്തിലുള്ള ഡെസിമൽ എക്സ്പാൻഷൻ ആണ് റാഷണൽ നമ്പറിന് വരാൻ സാധ്യതയുള്ളത്. ഇനി ഇൻ കേസ് ഓഫ് ഇറാഷണൽ നമ്പറിന് എങ്ങനത്തെ വരാം എന്നറിയാമോ? ഇത് രണ്ടും വരില്ല. അതിന് വരുന്നത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ്. അതായത് ടെർമിനേറ്റും ചെയ്യില്ല, റിപ്പീറ്റും ചെയ്യില്ല. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കും? വേറെ നമ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ 1.01 001 0001 00001 എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു റിപ്പീറ്റിങ്ങും ഇല്ല, ഇത് ജസ്റ്റ് ഏതോ ഒരു ഫോമിൽ പോയിക്കൊണ്ടിരിക്കുവാണ് അല്ലേ. ഇത് ഇവിടെ നോക്കിക്കേ, റിപ്പീറ്റിംഗ് ഉണ്ട് 2323 അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ വളരെ വ്യത്യാസമായിട്ടാണ് പോകുന്നത് മുന്നോട്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സോ സച്ച് നമ്പേഴ്സ് വിച്ച് ആർ നോൺ ടെർമിനേറ്റിംഗ്, ടെർമിനേറ്റും ചെയ്യത്തില്ല, ദാറ്റ് ഈസ് എൻഡ് ചെയ്യത്തില്ല, നോൺ റിപ്പീറ്റിംഗ്, റിപ്പീറ്റും ചെയ്യത്തില്ല, അങ്ങനത്തെ നമ്പേഴ്സിൻ്റെ അങ്ങനത്തെ ഡെസിമൽ എക്സ്പാൻഷൻ ഏത് നമ്പേഴ്സിലായിരിക്കും ബിലോങ് ചെയ്യുക? ഇറാഷണൽ നമ്പേഴ്സിലായിരിക്കും ബിലോങ് ചെയ്യുക. സോ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ആ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. 2n × 5m ഇത് ഏത് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനാണ് കിട്ടിയത്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളതാണ്. അപ്പോൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? റാഷണൽ നമ്പർ അല്ലേ. സോ rational number, the rational number which has a terminating decimal expansion can its denominators can be expressed in the form of this, that is 2n × 5m. ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി എക്സാമ്പിൾസ് വരെ കാണിച്ചു തരാം. അത് ഇനി വരുന്ന എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്കൊരു തിയറം പറയാം. ആ തിയറം പറയുമ്പോൾ കൂടുതൽ ഇത് ക്ലിയർ ആവും. ഇപ്പോൾ കുറച്ച് കുഴഞ്ഞു പോയെന്ന് തോന്നുന്നു. സോ കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തിയറത്തിലേക്ക് പോകാം. സോ തിയറം 1.5 എന്താണ് തിയറം എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ തിയറം സ്റ്റേറ്റ്? തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ലെറ്റ് x be a rational number, x be a rational number whose decimal expansion terminates. Then x can be
x can be expressed in the form p by q, in the form p by q, where p and q are integers, where p and q are integers, and where p and q are integers ennu parayam, coprime ennu parayam, okay, and the prime factorization of q is of the form 2 raised to n into 5 raised to m, where n, m are non-negative integers, where n, m are non-negative integers. Okay. അപ്പോൾ തിയറം എന്താ പറയുന്നത് നമുക്ക് വായിച്ച് എന്താന്ന് പറയാം. ഓക്കെ, ലെറ്റ് എക്സ് ബി എ റാഷണൽ നമ്പർ ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ്. എക്സ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എ റാഷണൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു റാഷണൽ നമ്പർ ആയിട്ട് എടുക്കാം. ആൻഡ് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ടെർമിനേറ്റ് ചെയ്യും, എൻഡ് ചെയ്യുന്ന ഒരു ഡെസിമൽ എക്സ്പാൻഷൻ, അതായത് ഈ രീതിയിലുള്ളത്. ടെർമിനേറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ 1.1, 2. അങ്ങനത്തെ ടെർമിനേറ്റ് എൻഡ് ആവുന്ന സൈസ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളത് എങ്ങനെയാണ് ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള റാഷണൽ നമ്പറാണ് എക്സ് എന്ന് വിചാരിച്ചോളൂ. ദെൻ എക്സ് ക്യാൻ ബി, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, 1.3. ദെൻ എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം പി ബൈ ക്യൂ. എക്സിനെ നമുക്ക് എന്ത് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? p by q എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വേർ p and q are integers. pയും qയും എന്താണ്? integers ആണ്. ആൻഡ് the prime factorization of q is of the form 2 raised to n into 5 raised to m. ഈ q എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ, അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയിരിക്കും? ഇത് പ്രൈം ഫാക്ടറൈസ് ചെയ്തേ, അപ്പോൾ എങ്ങനെ കിട്ടും? 2 into 5 അങ്ങനെ കിട്ടിയല്ലോ. സോ 13/2 into 5, 2 raised to 1 into 5 raised to 1. അതാണ് ഇവിടെ എന്നിൻ്റെയും എമ്മിൻ്റെയും സ്ഥാനത്ത് നമുക്ക് 1ഉം 1ഉം ആണ് കിട്ടിയത്. വേർ n and m ആർ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇവിടെ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണല്ലോ കിട്ടിയത്. സോ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മളതിനെ കറക്റ്റ് ആണെന്ന് കാണിച്ചല്ലോ. എങ്ങനെയാണ് ഇതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരുന്നു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളൊരു റാഷണൽ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് p by q എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയും പിന്നെ അതിൻ്റെ ഡിനോമിനേറ്റർ q എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫോമിൽ 2 raised to n into 5 raised to m എന്ന ഫോമിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു തിയറം പറയുന്നത്. ക്ലിയർ? ഡൗട്ട് ഇല്ലല്ലോ? ഇത്രയേ ഉള്ളൂ ഈ തിയറം. നൗ ഇനി വരുന്ന തിയറം 1.6 എന്ന് പറയുന്നത് ഈ ഒരു തിയറത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഓക്കെ, തിയറം 1.6 എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ തിയറം. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ ബി എ റാഷണൽ നമ്പർ സച്ച് ദാറ്റ് എ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ക്യൂ ഇസ് ഓഫ് ദ ഫോം 2 raised to n into 5 raised to m. എക്സ് ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിക്കോട്ടെ. ആൻഡ് നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്, 2 raised to n into 5 raised to m എന്ന ഫോമിലാണ് കിടക്കുന്നത്. വേർ n and m ആർ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. അങ്ങനെയാണെങ്കിൽ ദെൻ എക്സ് ഹാസ് എ ഡെസിമൽ എക്സ്പാൻഷൻ വിച്ച് ടെർമിനേറ്റ്സ്. നമ്മളുടെ എക്സ് ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന റാഷണൽ നമ്പർ ഉണ്ട്. അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ക്യൂവിൻ്റെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 raised to n into 5 raised to m എന്ന ഫോമിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആണ്, അതായത് എൻഡ് ചെയ്യും. നമ്മളിപ്പോൾ തിയറം 1.5 പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച് ഓപ്പോസിറ്റാണ് തിയറം 1.6. ഒരിക്കലും മാറിപ്പോകരുത്. നമ്മൾ മനസ്സിലായില്ലെങ്കിലും നമ്മൾ വീണ്ടും വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കൂടുതൽ വ്യക്തമാവും. ഓക്കെ, സോ അതാണ് തിയറം 1.6 പറയുന്നത്. എന്താണ് പറയുന്നത്? നമ്മളുടെ p by q എന്ന ഫോമിൽ ഒരു റാഷണൽ നമ്പർ ഉണ്ട്. ആൻഡ് നമുക്കതറിയാം, അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, അതിൻ്റെ ക്യൂവിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്
2n into 5m എന്ന ഫോമിലാണെങ്കിൽ ആൻഡ് ആ എന്നും എമ്മും എന്ന് പറയുന്ന നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ റാഷണൽ നമ്പറിന് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? Now this is theorem 1.5 and 1.6. ഇനി നമുക്ക് theorem 1.7 എന്താണെന്ന് നോക്കാം. So theorem 1.7 is here. എന്താണ് നോക്കാം? Let x is equal to p by q be a rational number such that the prime factorization of q is not of the form 2 raised to n into 5 raised to m, where n and m are non-negative integers. നമ്മളിപ്പോൾ theorem 1.6ൽ നിന്ന് പറഞ്ഞ എന്താണ്? p by q എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ ക്യൂവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 raised to n into 5 raised to m ഫോം ആയിക്കോട്ടെ എന്നാണ് നമ്മൾ തിയറം 1.6ൽ പറഞ്ഞത്. എന്നാൽ തിയറം 1.7ൽ എന്താ പറയുന്നത്? p by q എന്ന ഫോമിലായിക്കോട്ടെ, പക്ഷേ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ക്യൂ ഈ ഒരു ഫോമിലല്ല കിടക്കുന്നത്. 2 raised to n into 5 raised to m എന്ന ഫോമിലല്ല കിടക്കുന്നത്. അങ്ങനെയല്ല കിടക്കുന്നതെങ്കിൽ ആ ഒരു റാഷണൽ നമ്പറിന് എങ്ങനത്തെ ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അതായത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. എവിടെ? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഒരു രീതിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക, സെയിം നമ്പേഴ്സ് തന്നെ. അങ്ങനെ നമ്മൾ ബാറിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറമിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, p by q എന്ന റാഷണൽ നമ്പർ നമ്മുടെ ഉണ്ട്, നമുക്കത് അറിയാം ചെയ്യാം. അതിൻ്റെ ക്യൂവിൻ്റെ ഫാക്ടറൈസേഷൻ, ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടറൈസേഷൻ 2 raised to n into 5 raised to m എന്നല്ല തരുന്നത് എങ്കിൽ ആ റാഷണൽ നമ്പറിന് ഒരു നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉള്ളതെന്നാണ് ഈ ഒരു തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ഈ ഒരു തിയറം. അപ്പോൾ 3 തിയറും നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ആവശ്യം വരുന്ന തിയറംസ് ആണ് ഇത് മൂന്നും. സോ ഓക്കെ, സോ ഇനി നമുക്ക് എക്സസൈസസ് ഒന്ന് നോക്കാം. എക്സസൈസ് 1.4ലുള്ള എക്സസൈസസ്. നൗ ക്വസ്റ്റ്യൻ വായിക്കാം. Without actually performing the long division, state whether the following rational numbers will have a terminating decimal expansion or a non-terminating repeating decimal expansion. നമുക്കിവിടെ കുറേ റാഷണൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ് ഏതിനൊക്കെയാണ് നമ്മളോട് ലോങ് ഡിവിഷൻ ചെയ്യാണ്ട് തന്നെ ഇതിനേതൊക്കെയാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളതും ഏതിനൊക്കെയാണ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളതുമെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഒരു നമ്പർ നമുക്കെടുക്കാം. ഫസ്റ്റ് നമ്പർ ഏതാണ്? 13/3125. അതാണ് ഫസ്റ്റ് നമ്പർ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 13/3125. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. 3125 എന്ന് പറയുന്നത് 5 വെച്ച് ഞാൻ ആദ്യം ഡിവൈഡ് ചെയ്യുന്നതിന് 6 1ഉം 2ഉം വരുമ്പോൾ 2s are 2 5 5 1 1 2 2 2 5 5 5 2 5 5 5 5 is 25 5 1. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 5 into 5 into 5 into 5 into 5, അതായത് 5 raised to 5. 5 പ്രാവശ്യം എനിക്ക് 5 കിട്ടി. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഇത് 13/2 raised to 5 എന്ന് എഴുതാം അല്ലേ? ഈ 2 raised to 5 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് എന്താണ് അറിയുന്നത്? 2 raised to n into 5 raised to m എന്ന ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടെർമിനേറ്റിംഗ് എന്നും, ആ ഫോമിൽ കിട്ടിയില്ലെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗും എന്നാണ് അറിയണത്. ഇപ്പം നമുക്കിവിടെ കിട്ടിയത് എന്താ? 2 raised to n മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്തറിയാം? ഏതൊരു നമ്പർ, ഇപ്പോൾ a raised to 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? a raised to 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 5 raised to 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 അല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2 raised to 5ൻ്റെ കൂടെ ഒരു 5 raised to 0 ഇട്ട് കൊടുത്തെന്ന് വെച്ച് നമ്പർ മാറിപ്പോകുന്നൊന്നുമില്ലല്ലോ. കാരണം ഈ 5 raised to 0 എന്ന് പറയുന്നത് 1 അല്ലേ? സോ 2 raised to 5 into 1 എന്ന് പറയുമ്പോൾ 2 raised to 5 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 5 raised to 0 ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായി? 2 raised to n into 5 raised to m എന്ന ഫോമിൽ കിടന്നില്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിനൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉള്ളതെന്ന്, അതായത് എൻഡ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഇതിനുള്ളതെന്ന് മനസ്സിലാക്കാം. മനസ്സിലായാലും എന്താ ചെയ്തതെന്ന് നമുക്കിനി രണ്ടാമത്തെ എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 17/8 ആണ്. ഓക്കെ, നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം 8ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം 2 × 2 × 2 ആണ് 8 എന്ന്. അപ്പോൾ എങ്ങനെ 2 3 വന്നപ്പോൾ 2⁻³ എന്ന് എഴുതാമല്ലോ. പക്ഷെ ഇവിടെ നോക്കിയേ 2⁻n എന്ന ഫോമിൽ n മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് വേണം? ടെർമിനേറ്റിംഗ് ആണെന്ന് കാണിക്കാൻ 2⁻n × 5⁻m. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെന്ന് വിചാരിക്കരുത്. നമ്മൾ എന്ത് വിചാരിക്കണം? ഇതിന് 5⁻0 ഇട്ട് കൊടുക്കണം എന്ന് നമ്മൾ കരുതണം. അപ്പോൾ നമ്മൾ ഇതിന് 5⁻0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 1 അല്ലേ? സോ കുഴപ്പമില്ല, നമ്മുടെ നമ്പർ മാറുന്നില്ല. 17 ഇങ്ങനെ വരും. അപ്പോൾ 2⁻3 × 5⁻0. അപ്പോൾ 2⁻n × 5⁻m എന്ന ഫോമിലായില്ല. അപ്പോൾ അതിന് എന്ത് ഡെസിമൽ എക്സ്പാൻഷൻ ആണുള്ളത്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണുള്ളത്. ഓക്കെ, തേർഡ് വൺ നമുക്ക് ചെയ്ത് നോക്കാം. തേർഡ് വൺ എന്താണ്? തേർഡ് വൺ 64/455. ഇതിൽ നമ്മൾ ഏതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനാണ് ചെയ്യേണ്ടത്? ക്യൂവിൻ്റെ, 455ൻ്റെ അല്ലേ? 455. അപ്പോൾ ആദ്യം നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ 9 1. ഇത് നമുക്ക് 7 കൊണ്ട് ചെയ്യാം. 1 3 13 1. അങ്ങനെ വന്നു. അപ്പോൾ 5 × 7 × 13 64/5 × 7 × 13. ഇവിടെ നോക്കിയേ 5 ഉണ്ട്. നമുക്ക് 2 വേണമെങ്കിൽ 2⁻0 എന്ന് ഇടാം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? വേറെ 2 നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സും കൂടി ഉണ്ട്. ഏതൊക്കെയാണ്? 7ഉം 13ഉം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റാഷണൽ നമ്പറിന് ടെർമിനേറ്റിംഗ് ഒരിക്കലും ആവില്ല. അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും വന്നത്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. മനസ്സിലായല്ലോ? 2ൻ്റെ പവറും 5ൻ്റെ പവറും മാത്രം വന്നു കഴിഞ്ഞാലാണ് ടെർമിനേറ്റിംഗ് ആവുന്നത്. വേറെ പ്രൈം നമ്പേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ടെർമിനേറ്റിംഗ് ആവില്ല. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ തന്നിരിക്കുന്ന 10 നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതായത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കാണണം. അതിനുശേഷം അതിൽ ഏതൊക്കെ പ്രൈം നമ്പേഴ്സാണോ ഉള്ളത്? 2ഉം 5ഉം മാത്രമാണോ ഉള്ളെങ്കിൽ നമുക്ക് പറയാം അത് ടെർമിനേറ്റിംഗ് ആണ്. അല്ലെങ്കിലോ ഇനിയിപ്പോൾ 2 മാത്രം തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് 5 എങ്ങനെ 5⁻0 എന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ 2ഉം 5ഉം 7ഉം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈം നമ്പേഴ്സ് ഉണ്ടെങ്കിലോ അതിന് ഒരിക്കലും ടെർമിനേറ്റിംഗ് അല്ലായിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, റൈറ്റ് ഡൗൺ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ദോസ് റാഷണൽ നമ്പർ ഇൻ ക്വസ്റ്റ്യൻ 1 above which have terminating decimal expansion. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെസിമൽ ഫോമിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചെയ്തതിൽ എനിക്ക് 2 ടെർമിനേറ്റിംഗ് ആയിട്ട് കിട്ടി. അതിൽ ഞാൻ ആദ്യത്തത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. സോ ആദ്യത്തത്, അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ടെർമിനേറ്റിംഗ് കിട്ടിയത് 13/3125 എന്ന നമ്പറായിരുന്നു. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്തത്? 13/2⁵ × 5⁻0 അങ്ങനത്തെയല്ലോ നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിത് എങ്ങനെ ഈ ഫോമിലാക്കി എടുക്കാം എന്നാണ് നോക്കണത്. ഏത് ഡെസിമൽ ഫോമിൽ എങ്ങനെ ആക്കി എടുക്കാം എന്നാണ് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ 5 ഇതിൽ ഏറ്റവും കൂടുതലുള്ള പവർ ഏതാർക്കുള്ളത്? 5 അല്ലേ? 2നാണുള്ളത് 5 എന്ന പവർ. അപ്പം നമ്മൾ ഈ 5നും മറ്റേ നമ്പറിനും, കൂടുതൽ പവർ ഇല്ലാത്ത നമ്പറിനും ഈ സെയിം പവർ തന്നെ എത്തിക്കണം. അതായത് ഇതിനും 5 എന്ന പവർ നമ്മൾ എത്തിക്കണം. അങ്ങനെ 5 എന്ന പവർ നമുക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 13/2⁵ ഇൻറ്റു എന്ത്? 2⁵ ഇൻറ്റു 5⁻0 ഇൻറ്റു നമുക്ക് ഇത് 5⁵ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5⁵ ഇതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യണം. കാരണം ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? a⁻n ഇൻറ്റു a⁻m എന്ന് പറയണത് a⁻m അല്ലേ? അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ 0 + 5 വരില്ലേ? 5⁻0 + 5 എന്ന് വരില്ലേ? അപ്പോൾ നമുക്ക് 5⁵ കിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം ഇൻറ്റു ചെയ്താൽ മതിയോ? അല്ല, നമ്മൾ ഡിനോമിനേറ്ററിൽ ഇൻറ്റു ചെയ്യുമ്പോഴേക്കും ന്യൂമറേറ്ററിൽ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ന്യൂമറേറ്ററിൽ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 ഇൻറ്റു 5⁵ ബൈ എത്ര? 2⁵ ഇൻറ്റു ഇത് രണ്ടും വരുമ്പോഴേക്കും 5⁵ വരും. ഓക്കെ ആയില്ലേ? സോറി കേട്ടോ, നേരത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഞാൻ
5^5 പകരം 2^5 എന്നാണ് എഴുതിയിരുന്നത്. സോ എനിക്കത് മുഴുവൻ മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഐ എം സോറി. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 13/3125 എന്ന സ്ഥലത്ത് 13/5^5 ഇൻറ്റു 2^0 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? 13 ഇൻറ്റു 2^5/5^5 ഇൻറ്റു 2^0 ഇൻറ്റു 2^5 എന്ന് വരും. ആൻഡ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2^5 32 ആണ്. 13 ഇൻറ്റു 32 416 എന്ന് വരും നമുക്ക്. ആൻഡ് ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് എഴുതാണ് 5^5 ഇൻറ്റു 2^5. ഇനി അതെങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 416 നമുക്കിത് ഹോളാക്കി എഴുതാം. 5 ഇൻറ്റു 2 ദ ഹോൾ റേസ് ടു 5. 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 10 ആണല്ലോ. സോ ഈസ് ഈക്വൽ ടു 416/10^5 എന്ന് എഴുതാം. ഈ 10^5 എന്ന് പറയുന്നത് എത്രയാ? 10,000 ആണല്ലേ? അല്ല, 10,000 അല്ല, 1 lakh വരും. 1 lakh വരും. അപ്പോൾ നമ്മൾക്ക് 5 zeros ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മളിത് ഡെസിമൽ എക്സ്പാൻഷനായിട്ട് മുകളിലേക്ക് എടുത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ 5 ഡിജിറ്റ്സ് പിന്നിട്ട് ശേഷം മാത്രമാണ് ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. അതായത് 0.00416 5 എണ്ണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ടത്. 1 2 3 4 5 കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇടേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ 2^n ഇൻറ്റു 5^m എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു റാഷണൽ നമ്പർ ഡെസിമൽ എക്സ്പാൻഷൻ ആ ഒരു ഫോമിലേക്ക് നമ്മൾ എടുത്ത് എഴുതുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു നമ്പറിനെ 5^5 എന്ന നമ്പറിനെ 5^5 ഇൻറ്റു 2^0 ആയിരുന്നല്ലോ. നമുക്ക് ഈ 5^5ൻ്റെ ഹയസ്റ്റ് പവർ മറ്റേ നമ്പറിലും ആ പവർ തന്നെ കൊണ്ടുവരണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2^5 എന്ന നമ്പറും കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? അല്ല, മേളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മേളിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിത് കിട്ടി. ഇത് നമ്മൾക്ക് ഈ 0 നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇൻറ്റു 1 ആണല്ലോ 2^0 എന്ന് പറയുന്നത്. സോ അവിടെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ രണ്ടും അത് ഹോളാക്കി എഴുതിയിട്ട് 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാ? 10 5 zeros ഉണ്ടല്ലേ 10^5. അങ്ങനെ നമ്മൾ മേളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ 5 ഡിജിറ്റ്സ് പിന്നിട്ടിട്ട് വേണം നമ്മൾ എന്ത് ഇടാൻ? ഡെസിമൽ പോയിൻ്റ് ഇടാൻ. അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡെസിമൽ എക്സ്പാൻഷൻ ഫോമിൽ എഴുതുന്നത്. ഓക്കെ, നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ബാക്കിയുള്ള ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളതൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നൗ തേർഡ് ക്വസ്റ്റ്യൻ. The following real numbers have decimal expansions as given below. In each case, decide whether they are rational or not. If they are rational and of the form p/q, what can you say about the prime factors of q? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിയൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അവരുടെ ഡെസിമൽ എക്സ്പാൻഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് അവർ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അവർ റാഷണൽ ആണെങ്കിൽ അവരുടെ p/q എന്ന ഫോമിലാക്കാൻ പറ്റുമെങ്കിൽ അവരുടെ പ്രൈം ക്യൂവിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടേഴ്സിനെ പറ്റി നമുക്ക് എന്ത് പറയാമെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ നമ്പർ നോക്കാം. ആദ്യത്തെ നമ്പർ തന്നിരിക്കുന്നത് ഏതാ? 43.123456789 ഇതാണ് തന്നിരിക്കുന്നത്. ഇതൊന്ന് നോക്കിയേ. ഇതിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനാണുള്ളത്. ഒരു ലിമിറ്റ് എത്തുമ്പോൾ അത് എൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എൻഡ് ചെയ്യുന്ന ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളത് എന്ത് നമ്പറാണ്? റാഷണൽ നമ്പറാണ് അല്ലേ? റാഷണൽ നമ്പർ അല്ലേ? സോ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? 43.123456789 by 10^9 എന്ന് എഴുതാമല്ലോ. 1 2 3 4 5 6 7 8 9 ഇവിടെയാണല്ലോ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 10^9 എന്ന് എഴുതാമല്ലോ. സോ ഇങ്ങനെ എഴുതാം നമുക്കല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ്, ഇതിൻ്റെ ക്യൂവിൻ്റെ പ്രൈം ഫാക്ടേഴ്സിനെ പറ്റി നമുക്ക് എന്ത് പറയാം? We can say that their the prime factorization of q can be expressed in the form 2^n into 5^m. കാരണം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2^9 into 5^9 എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനെ പറ്റി എന്ത് പറയാം? അതിന് നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് പറയാം. ഇനി രണ്ടാമത്തെ നമ്പർ നോക്കിയേ. രണ്ടാമത്തെ നമ്പർ നമുക്ക് തന്നിരിക്കുന്നത് ഏതാ? 0.120120011200 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ. ഞാൻ പറഞ്ഞിങ്ങനെ എൻലെസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റിംഗും ഇല്ലാണ്ട് പോകുന്നതിന് നമ്മൾക്ക് എന്ത് പറയാം? നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്ന് പറയാം. ഇങ്ങനെ നോൺ ടെർമിനേറ്റിംഗും ടെർമിനേറ്റ് ചെയ്യാത്തതും റിപ്പീറ്റ് ചെയ്യാത്തതുമുള്ള ഡെസിമൽ എക്സ്പാൻഷൻ ഏത് നമ്പറിനാണ് ഉള്ളത്? ഇറാഷണൽ നമ്പറിനല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്കറിയാം അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, അതിൻ്റെ ക്യൂവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഒന്നും വരില്ല അല്ലേ? സോ
ഇത് ഇറാഷണൽ നമ്പറാണ്, നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 43.123456789 ബാർ. ഈ ബാർ എണ്ണ എന്തിനാണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞല്ലോ 1 2 3 4 5 6 7 8 9. വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. അങ്ങനെ നോൺ ടെർമിനേറ്റിംഗ്, എൻഡ് ആവാണ്ട് പക്ഷേ റിപ്പീറ്റായി കണ്ടിന്യൂ ചെയ്ത് പോകണേ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിങ്ങിന് ഏത് ഡെസിമൽ എക്സ്പാൻഷനുള്ളത് ഏത് നമ്പറിനാണുള്ളത്? റാഷണൽ നമ്പറിന്. അപ്പോൾ ഇതെന്താണ്? റാഷണൽ നമ്പറാണ് അല്ലേ. നമുക്ക് ഇതിനെ നമുക്ക് P/Q ഫ്രാക്ഷൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എന്തറിയാം, ഇതിൻ്റെ ക്യൂവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. 2n × 5m എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിയറമിൽ പഠിച്ചിരുന്നു അല്ലേ, തിയറം 1.7 നമ്മൾ പഠിച്ചിരുന്നു. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഇത്. നമ്മൾ റീവിസിറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ദ ഡെസിമൽ എക്സ്പാൻഷനെ കുറിച്ച് പഠിച്ചു. തിയറംസ് 3 പഠിച്ചു. അതിപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ നമ്മൾ എക്സസൈസ് 1.4 നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി. ആൻഡ് അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്